നമ്മൾ പോയപ്പോ ഒട്ടകപ്പട്ടി കൊക്ക് ചെത്തി കുറിപ്പിക്കുന്നുണ്ട്. 2 കൊത്ത് മണലിലും 2 കൊത്ത് കമ്പിയുമ്മിലും മണലിട്ട് കൂട്ടി പിടിക്കുമ്പോൾ മൂർച്ച വരാൻ തോന്നുന്നത്. പിന്നത്തെ ഹൈലൈറ്റ് ഇവനായിരുന്നു. നമ്മൾ വന്ന് തീരെ പിടിച്ചിട്ടില്ല. പാട്ടി എടുത്തിട്ട് ഒറ്റ ഏറാ കുറുമ്പനായ കറുമ്പനാന. പാമ്പിനെ കണ്ട തട്ടുമുകളിൽ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നപ്പോ 1.5 പൗണ്ട് നെക്ലസ് ഇട്ട പോലെ നിൽക്കണ. കൈ കിട്ടി തള്ളാരും പിള്ളേരും കൂട്ടി ഒരു ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. ഉറുമ്പ് വരെ വെച്ച് പോലെ പോണണ്ട. ആദ്യത്തെ സ്ഥലം ഗുരുവായൂർ ആനക്കോട്ടയായിരുന്നു. കറുമ്പനാന, കുറുമ്പനാന, വെള്ളാന, കറുത്താന, കൊമ്പുള്ളാന, ചെവിയാട്ടുന്നാന, എല്ലാ സൈസ് ആനകളുണ്ട്. പിന്നെ ഈ ആനേനെ കണ്ട ഈ ആനയ്ക്ക് മോട്ടർ അടിച്ചു കൊടുത്ത കേട്ടാ എങ്ങോട്ട് വേണമെങ്കിലും തിരിയാൻ വേണ്ടിയിട്ട്. ആനകൾക്കൊക്കെ നിന്നും അടുത്ത് തോന്നുന്നുണ്ട്. ഇതേ കുറച്ച് ആനകൾക്ക് ഇടുന്നിട്ട് റെസ്റ്റ് ചെയ്യണു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തെ പോലെ ഒരു ദിവസം കടന്നു പോകും. പക്ഷെ നിങ്ങളുടെ ഒരു പിന്നാലെ വരുന്നവർക്ക് ഒരു ചെയ്യാനൊരു ഇതായിരിക്കും. പിന്നെ ഞാൻ ക്യാമറ എടുത്തിട്ട് ചോദിച്ചു അവരോട് എങ്ങനെയുണ്ട് ആനകളൊക്കെ, വലുപ്പമുണ്ട, ഭംഗിയുണ്ട, ഇഷ്ടമായി എന്നൊക്കെ. അപ്പൊ എല്ലാവരും കൈയും കാലും കണ്ടിട്ടുണ്ട് ക്യാമറയിലേക്ക് ഇട്ടാ. ഇവിടെ ഉള്ളത് പോരാണ്ടാന്ന് തോന്നുന്നു. ആനകളെ ടണ്ണായിട്ട് വണ്ടിയിലൂടെ നടക്കണ്ടിട്ടാ. പിന്നെ ടീ ബ്രേക്കിന് നിർത്തിയപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾക്ക് ഐസ്ക്രീം മതിയെന്ന്. എന്നിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ഐസ്ക്രീം മേടിച്ചു. ദേ ചിരിക്കണ കണ്ട എത്ര നിഷ്കളങ്കമായ ചെറിയ ഐസ്ക്രീം കിട്ടിയ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഇവര് പതിയെ പോലെ കടകാലിയാക്കൽ തുടങ്ങി. തണുപ്പ് പറ്റാത്തൊരു നല്ല കടുപ്പത്തിലൊരു ജ്യൂസും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു സിനിമയ്ക്ക് കയറി. പകുതി ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലൊക്കെ എത്തിയൊരു സിനിമ കഴിഞ്ഞതും ദേവ് എനിക്കൊന്ന് കൈയടിക്കുന്നു. ഇവന്റെ ഹൃദയത്തിൽ തൊട്ടുന്നുണ്ട് സിനിമ. പിന്നെ ഒരു ചെറിയൊരു ലഞ്ച് ബ്രേക്ക് എടുക്കാന്ന് വെച്ചു. എല്ലാവരും മാരി കൂട്ടിട്ട് ഒരു വെജ് റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് വയറ് നിറച്ച് മീൽസ് മേടിച്ചു കൊടുത്തു. ലഞ്ച് കഴിച്ചിട്ട് അവർക്ക് നടുന്ന് നിവർത്താനുള്ള സമയം കൊടുത്തില്ലട്ടാ. എല്ലാരെയും കൂട്ടിയിട്ട് നമ്മൾ ഫാമിലേക്ക് പോയി. ഇവിടെ 100 സെന്റിമീറ്റർ ഉയരം കൂടുതലുള്ള ആരും ഒരു തലയ്ക്ക് 150 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പിന്നെ അമ്മമാരുടെ മെയിൻ വിനോദം ഇവിടെയുള്ള മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കലായിട്ടാ. അവരുടെ ഒരു സന്തോഷം നോക്കി. പിന്നെ അങ്ങനെ പോയപ്പോ ഒരു പറക്കണം എന്നാനായി ചേട്ടൻ കയ്യിൽ വെച്ച് വന്നിട്ടാ. കയ്യിൽ വെച്ചത് അവന് ഓടിക്കേറിയിട്ട് ഇതേ പോക്കറ്റിൽ ഒളിച്ചു. ദൈവം കണ്ട കങ്കാരുവിനെ പോക്കറ്റിലിട്ട് നടക്കാൻ പോലെ നടക്കണണ്ട. പിന്നെ കളർഫുൾ കോഴികളെ കാണാൻ പോയി. ഇവിടെ നോക്കിയപ്പോഴും കോഴി, ഇവിടെ നോക്കിയപ്പോൾ തനി നാടൻ കോഴികൾ. പിന്നെ ഡയമണ്ട് നെക്ലേസ് കഴുതിലിട്ട് കൊടുത്തപ്പോ ചിരിക്കാണ്ട് ശ്വാസം വിടാണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കണണ്ട. അവിടുന്ന് നേരെ പഞ്ചവടി കടലേക്ക് എടുത്തു. പിന്നെ അവിടെ കുറച്ച് പട്ടൊക്കെ പറത്തി കാലൊക്കെ നനച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പിന്നെ വീണ്ടും യാത്ര തുടർന്നു. രാത്രി 4 മണിക്കാറ്റിലെത്തി. അവിടുന്ന് ഒരു ചായം കുടിച്ച് നേരെ അവിടുത്തെ വള്ളത്തിൽ കയറി 2 തുഴ അങ്ങോട്ടും 2 തുഴ ഇങ്ങോട്ടും. ആഹാ, ഇവന് കിടന്നുറങ്ങാൻ വേറൊരു സ്ഥലം കിട്ടിയില്ല. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി ഫുഡും കഴിച്ച് വീട്ടിലേക്ക്. അപ്പൊ ബൈ.